മുഴുവൻ കല്ലൂസ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഡൗട്ട് ഞങ്ങൾ ഈ ആൾക്കൂട്ടത്തിൽ എവിടാന്നല്ലേ? ഞങ്ങളിപ്പോൾ ആലപ്പുഴ ബീച്ചിലാണ്. അവിടെ മറൈൻ വേൾഡ് വന്നെന്ന് പറഞ്ഞ് വന്നതാണ്. ഇവിടെ കുറേ നേരമായി ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ക്യൂവിൽ നിൽക്കുവാണ്. കുറേ ആൾക്കാരുണ്ട്. ഭയങ്കര സ്ലോയിലാണ് ആൾക്കാരെ കയറ്റി വിടുന്നത്. നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അവിടെ APJ അബ്ദുൽ കലാമിൻ്റെയും മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അങ്ങനെ കുറേ ഇങ്ങനെ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ചന്ദ്രയാൻ 3, 2, 1 പിന്നെ കുറേ ആനിമൽസ് അതിൻ്റെയൊക്കെ സൗണ്ടും. എനിക്ക് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് എന്തുവാ? കാത്തു കല്ലൂസ്. നമ്മൾ കാത്തു ആൻഡ് കല്ലൂസിന് കാത്തു കല്ലൂസ് എന്ന് പറഞ്ഞ് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം. ഞാൻ സൗണ്ട്സൊക്കെ കുറച്ച് അങ്ങോട്ട് ചെന്നിട്ട് കേൾപ്പിച്ച് തരാം. കുറച്ച് എലിഫൻസിൻ്റെ ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ പബ്ലിക് പ്ലേസ് അല്ലേ, പിന്നെ കുറേ തിരക്കും തിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. നമ്മളിങ്ങനെ എല്ലാ സ്ഥലവും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. കുറേ കണ്ടുപരിചയമുള്ള കുറേ ആനിമൽസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ എല്ലാം ഞങ്ങൾ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അധികം വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാ ആനിമൽസും അല്ല, ഒട്ടുമിക്ക ആനിമൽസും സൗണ്ട് ഉണ്ടാക്കും. ഇതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ? എൻ്റെ മൗത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലതിങ്ങനെ കണ്ണ് ബ്ലിങ്ക് ചെയ്യും, ചിലതിങ്ങനെ തലയാട്ടും. ഇപ്പം നിങ്ങളെ ഒരു സൂത്രം കേൾപ്പിച്ച് തരാം. ഞാൻ കുറച്ച് ആനിമൽസിൻ്റെ സൗണ്ട് ഇപ്പോൾ കേൾപ്പിച്ച് തരാം. ഇതിൽ മാത്രമാണ് നോയ്സ് ഡിസ്റ്റർബൻസ് കുറവ്. ബാക്കി എല്ലാത്തിലും നല്ലതാണ്. ഈ ഗൊറില്ലയൊക്കെ നല്ല രീതിക്ക് ഇങ്ങനെ അലറുമൊക്കെ ചെയ്യും. പക്ഷേ അതിൻ്റെ ഭയങ്കര നോയ്സ് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ അല്ല. പിന്നെ എലിഫൻറ്റിൻ്റെയാണ് കൂടുതൽ സൗണ്ട് വെളിയിൽ കേൾക്കുന്നത്. അപ്പം ഞങ്ങൾ സിംഗിളായിട്ടും രണ്ടുപേരും ഒരുമിച്ചും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അച്ഛൻ ഇങ്ങനെ ഞങ്ങളെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് തരുവാണ്. ഈ കുരങ്ങനെ നീ കണ്ടുപരിചയമുണ്ടോ? ഈ കുരങ്ങനെ കണ്ടിട്ട് ജുവാൻജി മൂവിയില്ലേ, അതിലെ ആ ഒരു ബോക്സിൽ നിന്ന് വരുന്ന കുരങ്ങനെ പോലെ ഉണ്ട് അല്ലേ? ഞങ്ങളിവിടെ നിന്നിട്ട് ഞങ്ങളുടെ മുടിയൊക്കെ പറന്നു. എനിക്ക് പിന്നെയും കുഴപ്പമില്ല, കാരണം എൻ്റെ ഇച്ചിരി മുടിയല്ലേ ഉള്ളൂ. നമ്മളിനി അണ്ടർ വാട്ടർ ആയിട്ടുള്ള അക്വാട്ടിക് ഫിഷസിനെയും വാട്ടർ ആനിമൽസിനെല്ലാം കാണാൻ പോവാണ്. ഇതിൽ കുറച്ചൊക്കെ പേരെനിക്കറിയാം, കാരണം വെച്ചാൽ എനിക്ക് ഫിഷിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ കണ്ട് ഇതിൻ്റെ പേരൊക്കെ മിക്കൊന്ന് പഠിച്ചു വെക്കാറുണ്ട്. ചില അക്വേറിയങ്ങളിലൊക്കെ ഓരോ മനുഷ്യരൊക്കെ കിടന്ന് സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാം. സ്കൂബ അല്ല, ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വാട്ടർ വെച്ച് ഇങ്ങനെ ബബിൾസ് ഉണ്ടാക്കി കാണിക്കും. ഇതിങ്ങനെ സ്ട്രെയിറ്റ് അക്വേറിയമാണ്. ഇതിൽ ഡിസ്കസ് ഒക്കെ ഉണ്ട് കണ്ടോ. പിന്നെ ഇതിൽ ചെറിയ സ്റ്റാർ ഫിഷൊക്കെ അടിയിലുണ്ട് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറേ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ അടിയിൽ ചെന്നിട്ട് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചേട്ടൻ ടാറ്റയും ബായിയൊക്കെ കാണിച്ചു. പിന്നെ ഈ ഒരു അക്വേറിയം നിറയെ ടെട്രയാണ്. ഇത് നമ്മൾ എത്ര വീഡിയോസ് കണ്ടാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. നേരിട്ട് പോയി കണ്ടാലേ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഈ ചെറിയ മീനിൻ്റെ കൂടി വലിയ മീൻ എങ്ങനെ കിടക്കുന്നു. പിന്നെ ഈ ചേട്ടൻ കണ്ടോ, നമുക്ക് ബബിളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരുന്നു കണ്ടോ. എല്ലാ ചേട്ടന്മാരും ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഈ വലിയ കോഴിക്കാർപ്പിൻ്റെ ഒക്കെ കൂടി ടെട്ര എങ്ങനെ നടക്കുന്നത്. ഇത് നമ്മുടെ തെരണ്ടി, അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്തുവാന്ന് എനിക്കറിയത്തില്ല. പിന്നെ സ്റ്റാർ ഫിഷ്, ഇത് സക്കറ്. പിന്നെ കണ്ടോ ഒരു ക്രാബ് നമ്മുടെ കൊഞ്ച് ചെമ്മീൻ. ഇത് നിറയെ കോഴിക്കാർപ്പാണ്. എനിക്ക് കോഴിക്കാർപ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയായിരുന്നു, ഞാൻ മറന്നു. എനിക്കറിയായിരുന്നു ഇതിൻ്റെ പേര്. ഞാനിങ്ങനെ ഓരോ ഫിഷിനെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നിറയെ ടെട്ര. എൻ്റെ കയ്യിൽ ടെട്ര ഉണ്ടായിരുന്നു, പക്ഷേ അത് ചത്തുപോയി. ഇത് നിറയെ ടെട്രയാണ്, പല കളറിലുള്ള ടെട്ര. ഇത് ഒരുമിച്ച് കാണാൻ എന്ത് രസമെന്നറിയാമോ. ഇതിങ്ങനെ ടണൽ പോലെയാണ്. നമ്മൾ ഇനിയൊരു ടണലിലോട്ടാണ് കയറാൻ പോകുന്നത്. അവിടെ നിറയെ അരാപ്പേയും ടെട്രയും അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു. കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ കാണാൻ ഭംഗിയുള്ളത് ടെട്രയാണ്. കാരണം വെച്ചാൽ പല കളറിൽ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി താഴെ സക്കറിനെ ഇട്ടിട്ടുണ്ട്.
ഈ ടെട്രയുടെ കൂട്ടത്തിൽ ഒരു ഓട് വണ്ണായിട്ടുള്ള ഏതെങ്കിലും മീൻ സ്ഥിരമായിട്ട് കാണും. ടെട്ര മാത്രമുള്ള ടാങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മീൻ കാണും, ചെറിയ എന്തെങ്കിലും മീൻ. പിന്നെ അത് സീബ്ര ഫിഷും ഈ ടെട്രയും സീബ്ര ഫിഷിനെയൊക്കെ കളർഫുൾ ആയതുകൊണ്ട് കാണാൻ അടിപൊളി ഭംഗിയാണ്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മീനുകളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വലിയ മീനുകളും ഉണ്ട്. എനിക്ക് നല്ല ഡൗട്ടാണ് ഈ ചെറിയ മീനുകളെ വലിയ മീൻ തിന്നത്തില്ലെന്ന്. ഞാൻ ഇവിടെ ചെറിയ മീനിൻ്റെയൊക്കെ കൂടെ വലിയ മീൻ ഇടുമ്പം എക്സ്പീരിയൻസ് ഉള്ളത് ഈ ചെറിയ മീനെ വലിയ മീൻ തിന്നും. പിന്നെ കണ്ടോ ഇവിടെ കുറേ സക്കറുണ്ട്, ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിലാണ് സക്കറ് കിടക്കുന്നത്. ഒത്തിരി കണ്ട് ബോറടിപ്പിക്കണ്ട. അപ്പോൾ ഈ വീഡിയോയ്ക്ക് പാർട്ട് 2 വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.